സാജിദ് മാസ്റ്റർ, മുരളിയേട്ടൻ, അതുപോലെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിയ നഗരസഭാ അധ്യക്ഷൻ മുകുന്ദേട്ടൻ, പ്രിയ സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ ഓഫീസിലേക്ക് കടന്നു വന്നത്. അപ്പോ തികച്ചും ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഈ വർഷം എന്ന് പറയുന്നത് സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു വർഷം കൂടി ആയതുകൊണ്ടും ഏറ്റവും മികച്ച നേട്ടങ്ങളോടുകൂടിയാണ് ഇന്നത്തെ ഭരണസമിതി ഇവിടെ നിലനിൽക്കുന്നത്. അത് മാത്രമല്ല, അങ്ങനെ മികച്ച ഭരണ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ഭരണസമിതിയാണ് പുതിയ താലൂക്ക് സമിതിയെ സ്വാഗതം ചെയ്യുന്നത് എന്നതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോ ഈ ചടങ്ങിൽ ഹെലൻ കെല്ലർ അനുസ്മരണ പ്രഭാഷണം നടത്തുവാനാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. ഹെലൻ കെല്ലറുടെ ജീവചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കേണ്ടി വരും എന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഹെലൻ കെല്ലറെ കുറിച്ച് പറയുവാൻ ബേബി മാഷ് കൂടി തയ്യാറായിട്ടുണ്ട്. അപ്പൊ അവരുടെ ബയോഗ്രഫിക്കൽ സ്കെച്ചിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ബേബി മാഷ് കടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോ ഹെലൻ കെല്ലറുടെ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന തലത്തിൽ ഇന്നലെ തന്നെ തിരുവനന്തപുരം ആകാശവാണി നിലയവുമായി സഹകരിച്ചുകൊണ്ട് ഉൾച്ചെരാത് എന്ന പരിപാടി സംഘടനയുടെ സംസ്ഥാന തല ഓഫീസിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് എറണാകുളത്തും മറ്റും സംസ്ഥാന തല പരിപാടികളുണ്ട്. അപ്പോ അതിന്റെ ഒരു ഭാഗമായി നമ്മുടെ ജില്ലയിലും പല പരിപാടികളും നേരത്തെ നടക്കുന്നത് പോലെ ഇന്ന് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ശബ്ദത്തിന്റെ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് ഇന്ന് കൂടുതൽ ഈ പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം കേട്ടുകൊണ്ട് ഇരിക്കുന്നത്. മറ്റുള്ള സദസ്സുകളിൽ ഈ ഇങ്ങനെ കേൾവി ശുഷ്കമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീണ്ട പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും പോലെയുള്ള പരിപാടികൾക്ക് ഇന്ന് പൊതുവേദികൾക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടായിരിക്കും നമ്മുടെ സ്കൂളിലോ കോളേജിലോ പരിപാടി നടത്താതെ. അപ്പൊ അത്തരം പുതിയ പരിപാടികളിലേക്ക് നമ്മളും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വിഷ്വൽ ലോകത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. 5-10 മിനിറ്റ് കൊണ്ട് പരിപാടികളെല്ലാം അവസാനിച്ച് കൊട്ടിപ്പാടി തിരിഞ്ഞു പോകുന്ന പരിപാടികളാണ് പുതിയ കാലത്തിന്റെ പരിപാടികളായി വരിക. ഒരു ഗ്യാതറിംഗ്, ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കൂടിച്ചേരുന്നു, എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെ, ഒരു ഫോട്ടോ, ഒരു പിക്ക് എടുക്കുന്നു, അതൊരു റീലായി പുറത്തു വരുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ പരിപാടി. അപ്പോ അതിന് ഇടയിൽ ഇങ്ങനെ ഒരു മുഴുനീളൻ ദിവസം നീളുന്ന ഒരു നേതൃത്വ പരിശീലന കളരിയും ഒരു അനുസ്മരണ പ്രഭാഷണവും മറ്റ് SSLC വിജയികൾക്കുള്ള അനുമോദനവും നടക്കുന്നു എന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ നമ്മള് ഹെലൻ കെല്ലറെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ ജീവിതത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു അപ്രതീക്ഷിത അസുഖം കാരണം, അസുഖം എങ്ങനെയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ പലതും വരുത്തുന്നത് എന്ന് നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ പനിയെ കുറിച്ചും മറ്റും വലിയ ആകുലതകളില്ല. അപ്പൊ അങ്ങനെ ഒരു അസുഖം വന്നതിന്റെ ഭാഗമായി അവർക്ക് തങ്ങളുടെ തന്റെ ശേഷി നഷ്ടപ്പെടുകയും കേൾവിയും കാഴ്ചയും സംസാരശേഷിയുമില്ലാതെ ലോകം മുഴുവൻ കീഴടക്കുകയും ചെയ്ത വ്യക്തിയാണ് ഹെലൻ കെല്ലർ. ആനി സലീവൻ എന്ന് പറയുന്ന ഭാഗികമായി കാഴ്ചക്കുറവുണ്ടായിരുന്ന ഒരു അധ്യാപികയുടെ ശിക്ഷണത്തിലാണ് അവർ വളരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ
അവരെ കണ്ടെത്തുന്നത് ഗ്രഹാം ബെൽ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന വ്യക്തിയുടെ ശുപാർശയോടുകൂടിയാണ്. ടർക്കിഷ് സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിൽ നിന്നും അങ്ങനെ ഒരു അധ്യാപിക എത്തുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ നിർദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചിലർ നിരീക്ഷിച്ചിട്ടാണ്. അങ്ങനെ ചെറുപ്പകാലത്തിൽ തന്നെ വളരെ കോളേജ് വിദ്യാർത്ഥിനിയായിരിക്കെ തന്നെ മൈ സ്റ്റോറി ഓഫ് ലൈഫ് എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയും അമേരിക്കൻ ഫൗണ്ടേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന പ്രസ്ഥാനവുമായി പിന്നീട് പ്രവർത്തിക്കുകയും ലയൺസ് ക്ലബിന്റെയും സോഷ്യലിസ്റ്റ് ലേബർ ഡെമോക്രാറ്റിക് ആശയങ്ങളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത എഴുത്തുകാരിയും സഞ്ചാരിയും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് ഹെലൻ കെല്ലർ. അവർ ഇന്ത്യയിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ഹെലൻ കെല്ലറും കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ആലോചിക്കേണ്ട കാര്യം നമ്മുടെ നാട്ടിലെ അഭിനവ ഹെലൻ കെല്ലർമാരെ ആഘോഷിക്കുക എന്നുള്ളതാണ്. ആരാണ് അല്ലെ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ജോർജ് കുട്ടി കാരിപ്പറമ്പിലോ അല്ലെങ്കിൽ ശിഷ്ണ ആനന്ദോ അതുപോലെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററോ നമ്മുടെ രാജൻ മാഷോ മുരളിയേട്ടനോ അല്ലെ ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെ JK റോളിങ്ങോ AK മിത്തലോ അതുപോലെ ശാന്തി രാഘവനോ ഇങ്ങനെയുള്ള പലരും നമ്മുടെ എംപവർമെന്റ് മേഖലയിൽ പലരും പ്രവർത്തിച്ചിട്ടുണ്ട്. പല സംഘടനകളുടെയും പല മേഖലകളിലൂടെയും പ്രശസ്തരായി കഴിഞ്ഞു. ഇന്ത്യ 77ഓളം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു സ്വാതന്ത്ര്യം നേടി. അപ്പൊ ഇവിടെയും 20-ാം നൂറ്റാണ്ട് മുതൽ നമുക്കും നല്ല രീതിയിലുള്ള പഠന സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. 1950-ൽ തന്നെ കേരളത്തിൽ കാഴ്ച പരിമിതർക്ക് വേണ്ട ഒരു സ്കൂള് മദ്രാസ് ഗവൺമെന്റിന്റെ കീഴിൽ കാസർഗോഡ് ആരംഭിക്കുന്നുണ്ട്. 1934-ൽ കുന്നംകുളം സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ആരംഭിക്കുന്നുണ്ട്. 1967-ൽ കേരളത്തിൽ ലോട്ടറിയും KSRTCയും ഉണ്ടായ അതേ വർഷം തന്നെ കേരളത്തിൽ കാഴ്ച പരിമിതർക്ക് വേണ്ട ഒരു സംഘടനയും രൂപം കൊള്ളുന്നുണ്ട്. അപ്പോ നേരത്തെ മുന്നേറ്റം പറഞ്ഞതുപോലെ ആധുനിക കാലത്തിന്റെ സവിശേഷതകളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് എങ്ങനെ കാഴ്ച പരിമിതരുടെ ശാക്തീകരണം നടപ്പിലാക്കാം എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഇത്തരം സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുമ്പോൾ ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സംഘടനയിൽ 14 ജില്ലകളിലും കൃത്യമായി തുറന്നു വയ്ക്കാൻ തക്ക ഒരു ഓഫീസ് കെട്ടിടവും അതിന് വ്യക്തമായി പ്രവർത്തിക്കുന്ന ഭാരവാഹികളുമുണ്ട്. പക്ഷേ ഗുണഭോക്താക്കൾ കുറഞ്ഞു വരുന്നില്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഗുണഭോക്താക്കൾക്ക് ആവശ്യം ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രശ്നം. അല്ലെങ്കിൽ ആവശ്യത്തിനൊത്ത് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. നേരത്തെ നമുക്ക് അവസരങ്ങൾ കുറഞ്ഞ കാലഘട്ടത്തിൽ നോട്ട്ബുക്ക് പരിശീലനത്തിനായാലും കസേര പണിയാനായാലും ചോക്ക് നിർമ്മാണത്തിനായാലും അതുപോലെ കലാ കായിക പ്രകടനത്തിനായാലും സ്പോർട്സ് ആർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാനായാലും ഒക്കെ നമുക്ക് പങ്കാളിത്തം കൊണ്ട് ആളുകൾ ഏറെ ഉണ്ടായിരുന്നു. വാഹന സൗകര്യമില്ല, ഇന്നത്തെ പോലെ മൊബൈൽ സാങ്കേതിക വിദ്യയില്ല. അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും നമ്മുടെ സംഘടന വളരെ മികച്ച രീതിയിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി പരിപാടികൾ നടത്തി സ്വയം ശാക്തീകരണം നടത്തിയ സംഘടനയാണ്. എന്നാൽ ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മുടെ ഇടയിൽ ബ്രെയിൽ സാക്ഷരതകളുടെ എണ്ണം കുറയുകയാണ്. അതോടൊപ്പം നമ്മുടെ എല്ലാ സാങ്കേതിക വിദ്യയിലും നമുക്ക് ആക്സസ് ഉണ്ടെങ്കിലും നമുക്കിപ്പോ വായനയ്ക്ക് വേണ്ടി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ഓഡിയോ ബുക്ക് ലൈബ്രറി മാത്രമല്ല, ലൈബ്രറികൾക്കപ്പുറം ദ്വിതീയവും ശ്രവ്യവും അതുപോലെ വിജ്ഞാന ദീപവും തുടങ്ങിയ വായന കൂട്ടായ്മകളിലൂടെ ഒട്ടേറെ പുസ്തകങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓഡിബിൾ, സ്റ്റോറി ടെൽ പോലെയുള്ള പെയ്ഡ് ആപ്ലിക്കേഷൻസിലൂടെയും മറ്റു ഇതിലൂടെയും എല്ലാം നമുക്ക്
പുസ്തകങ്ങളൊക്കെ ലഭിക്കുകയാണ്. പക്ഷെ വായനക്കാരുടെ എണ്ണം കുറയുന്നു. കൃത്യമായി വായിക്കുന്നവരുടെ അല്ലെങ്കിൽ വിജ്ഞാന കുതുകികളായ ആൾക്കാരുടെ എണ്ണം കുറയുന്നു. ഞങ്ങളൊക്കെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ എന്ന സാധനം കാണുന്നത് തന്നെ. അപ്പോ അത് സത്യശീലൻ സാറിന്റെ ഒക്കെ സഹായത്തോടുകൂടി അദ്ദേഹം സ്കൂളിൽ വന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം ഉണ്ടായത്. ഇല്ലെങ്കിൽ അത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിൽ കുറെ കാര്യം നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിച്ചു. പക്ഷേ പുതിയ കുട്ടികൾക്ക്, പുതിയ കാലത്തുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിലന്വേഷകർക്ക് അല്ലാതെ വിദ്യാഭ്യാസം പൂർണ്ണമായി നേടുവാൻ കഴിയാത്തവർക്ക് ലഭ്യമാകുന്ന അവസരങ്ങൾ ഒട്ടേറെയാണ്. ഇന്ന് നിങ്ങൾക്ക് ഹെലൻ കെല്ലർ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിത വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് ഈ ഹെലൻ കെല്ലർ ദിനാചരണം നടത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? മിറാക്കിൾ എന്ന് പറയുന്ന ഹെലൻ കെല്ലറുടെ സിനിമ കാണിച്ചു കൊടുത്തു. എന്റെ ജീവിതകഥ എന്ന് പറയുന്ന അവരുടെ പുസ്തകത്തിന്റെ പരിഭാഷ ഓഡിയോ പതിപ്പായി 2 ആഴ്ച മുന്നേ പുറത്തിറക്കി. അതെല്ലാവരുടെ ഇടയിലേക്കും എത്തിച്ചു. എന്നിട്ടാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. അപ്പോ ഇന്ന് നമുക്ക് ആ ആവശ്യമില്ല. ഇന്ന് നിങ്ങൾ ഹെലൻ കെല്ലറെ കുറിച്ച് ഒരു പ്രഭാഷണം തയ്യാറാക്കാമോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ChatGPT-യോട് ചോദിക്കും, വാട്സാപ്പിലെ ഒരു നമ്പറോട് ചോദിക്കും, മെറ്റ AI-യോട് ചോദിക്കും, ജെമിനിയോട് ചോദിക്കും, കോപൈലറ്റിനോട് ചോദിക്കും, അല്ലെ? അതിനപ്പുറം ടെക് അസിസ്റ്റന്റിനോട് ചോദിക്കും, ടെക് ഫ്രീഡമിനോട് ചോദിക്കും. ഇനിയും വേറെ വല്ലതുണ്ടോ ഉള്ളതാണ് നോക്കേണ്ടത്. അപ്പോ അതില് വളരെ വിശദമായിട്ട് ഏറെക്കുറെ അങ്ങനെ വലിയ ലെങ്തി ലെക്ചർ അല്ലെങ്കിലും 10-20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് വായിച്ചു തീർക്കാവുന്ന വായനക്കുറിപ്പുകളായി കൃത്യമായ ശബ്ദത്തിൽ തന്നെ നിങ്ങൾക്ക് വായിച്ചു തരാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇന്ന് യാന്ത്രിക ശബ്ദങ്ങൾ പോലും തയ്യാറാണ്. പക്ഷേ നമുക്കിതെല്ലാം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അടുത്ത സംരംഭം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ പുതിയ സംരംഭം എന്ന നിലയിൽ ബ്രെയിൽ പുസ്തകങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതിക്ക് പോലും നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലൈബ്രറി കൗൺസിലുമായി സഹകരിച്ചുകൊണ്ട് മലയാളത്തിലെ ക്ലാസിക് നോവലുകൾ നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ നാട്ടിലെ വായനശാലകളിലൂടെ എത്തിക്കുന്ന പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചു. അതിന്റെ ഗുണഭോക്താക്കളാകാൻ എത്ര പേരുണ്ടാകും എന്നത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തി അനൗൺസ് ചെയ്തിട്ടുള്ള പരിശീലന സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ നമ്മുടെ രജിസ്ട്രേഷനിലെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് തുടങ്ങാൻ കഴിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ അവസരങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയാത്തത്? ഹെലൻ കെല്ലറിനെ പോലെയുള്ള ആൾക്കാർ, ലൂയി ബ്രെയിലിനെ പോലെയുള്ള ആൾക്കാർ അല്ലെ അവസരങ്ങൾ തേടി നടന്നവരാണ്. അല്ലെ, നമുക്കറിയാം ആഡംസ് കെല്ലറിന്റെയും അങ്ങനെ ആഡംസ് ഫാമിലി ജനിച്ചതുകൊണ്ട്, നല്ലൊരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അവർക്ക് നല്ലൊരു പ്രോത്സാഹനം ലഭിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ക്ഷണിക്കാത്തവരായിട്ടാണ് നമ്മളിൽ പലരും ഹതഭാഗ്യരായിട്ട് ജനിച്ചിട്ട് പോലും നമ്മുടെ ജീവിതത്തിൽ പലതും നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ പിൻതലമുറയ്ക്ക് സാധിച്ചു, അല്ലെങ്കിൽ കടന്നു പോകുന്ന തലമുറയ്ക്കും സാധിക്കുന്നു. വരാനിരിക്കുന്നവരുടെ ലക്ഷ്യബോധം എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഇത് നമ്മളിലേക്കുള്ള ഒരു തിരിഞ്ഞുകൊണ്ടതിന് ഈ ഇന്നത്തെ ദിനാചരണം കൊണ്ട് സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ വരുന്ന പുതിയ കൂട്ടുകാർക്ക് പലപ്പോഴും അവർ ഒരു കോഴ്സ് എടുത്ത് അത് പൂർത്തിയാക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കോഴ്സ് എടുത്ത് അത് സ്കിപ്പ് ചെയ്യുന്നു, വീണ്ടും
അടുത്ത അവസരത്തിൽ പുതിയ കോഴ്സിൽ ചേരുന്നു, അത് പൂർത്തിയാക്കാതെ രക്ഷപ്പെട്ടോടുന്നു, അല്ലെങ്കിൽ സ്ക്രൈബിന്റെ സഹായത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്നു. സ്വന്തം കഴിവുകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ, ഒരു അഭിനവ ഹെലൻ കെല്ലർ ആവാൻ നമുക്കൊന്നും എത്താൻ കഴിയാത്തത് എന്നതിനെ കുറിച്ച് നമ്മൾ കാര്യമായി ആലോചിക്കേണ്ട ഒരു ദിവസമാണ് ഇന്നും ഇന്നലെയുമായി കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് ഇന്നത്തെ ഹെലൻ കെല്ലർ അനുസ്മരണത്തോട് അനുബന്ധിച്ച് തോന്നുന്ന ചിന്ത. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ സംവിധാനത്തെ ഇവിടെ ഇപ്പൊ നിങ്ങൾ മുകളിൽ ആൾക്കാർക്ക് താമസിക്കാവുന്ന തരത്തിൽ തന്നെ 2 മുറികൾ തയ്യാറായിട്ടുണ്ട്. അതുപോലെ താഴെ നല്ല സൗകര്യങ്ങളായിട്ടുണ്ട്. അപ്പോ പുതിയ കാലത്ത് വീട്ടിൽ വെറുതെ ശബ്ദ സന്ദേശങ്ങളൊക്കെ കേട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫോണിൽ അങ്ങനെ സമയം പാഴാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോ നമ്മളൊക്കെ ഈ ഇവിടെ വന്ന് പഠിച്ചത്, ഞാനൊക്കെ ഇതിന്റെ പ്രവർത്തനത്തിൽ തുടങ്ങിയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകിട്ട് 7 മണി കഴിഞ്ഞാലാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നത്. കാരണം രാവിലെ 6:45 ഞാൻ ബസ് കയറിയിട്ട് നേരെ പോകുന്നത് തോട്ടറ സെന്ററിലാണ്. അവിടെ ഒരു 8-9:35 വരെ അല്ല 9:30 വരെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരു കുറച്ച് ക്ലാസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് അവിടെ പഠിക്കാൻ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സാധാരണ കുട്ടികൾ തന്നെ. അപ്പോൾ തന്നെയൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടെയുള്ള ധർമ്മശാല സെന്ററിൽ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിരുന്നത്. അത് കഴിഞ്ഞാൽ 4 മണിക്ക് ശേഷം വീണ്ടും നമ്മൾ കോട്ടയത്തിലേക്ക് തിരിച്ചു പോകണം. അവിടെ തിരിച്ചു പോയി 7 മണി അല്ലെങ്കിൽ 6:45 വരെ ഉള്ള അവിടുത്തെ ലാസ്റ്റ് ബസ്സിന് കയറിയിട്ടാണ് നമ്മൾ ചൊവ്വയിൽ നിന്ന് മട്ടന്നിലേക്ക് ഞാനൊക്കെ വീട്ടിലെത്തിയിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആക്റ്റീവായ രംഗങ്ങൾ ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സെന്ററുകൾ വളരെ ആക്റ്റീവായ. അപ്പൊ നമ്മള് പലരും ഇന്ന് പല അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡിയ അസോസിയേഷന് കൈമാറുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സംഘടന മുന്നേറുക. അപ്പൊ സംഘടനയ്ക്ക് മുന്നേറണമെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ നമ്മൾ നേതൃത്വവുമായി പങ്കുവയ്ക്കാൻ തയ്യാറാവണം. പങ്കുവയ്ക്കപ്പെടുന്ന ആശയങ്ങൾ സംഘടനയിലൂടെ സാക്ഷാത്കരിക്കണം. അത് നിങ്ങൾ നേതൃത്വത്തിലുണ്ടായത് കൊണ്ട് മാത്രമാവില്ല. നേതൃത്വത്തിൽ ഇല്ലെങ്കിലും നിങ്ങളൊരു സംഘടനയുടെ ഒരു ഫോളോവർ ആണെങ്കിലും അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷയാണെങ്കിൽ പോലും നമുക്കത് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ അവസരങ്ങൾ വളരെയധികമുണ്ട്. പക്ഷേ റിസോഴ്സ് വേണ്ടത്ര അല്ലെങ്കിൽ സ്കിൽ വേണ്ടത്ര വികസിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ട് നമ്മൾ 100 രൂപയ്ക്ക് ചെറിയ പണി എടുക്കാൻ തയ്യാറാകും. ഇന്ന് നമുക്ക് അത്ര ചെറിയ പണം കിട്ടിയാൽ, ശരിക്കും പഴയ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കാം, പ്രൈവറ്റ് ബസ്സിന് ഫ്രീ പാസ് ഉണ്ടായിരുന്നില്ല. പ്രൈവറ്റ് ബസ്സിന് ഫ്രീ പാസ് ഇല്ലാതിരുന്ന കാലത്ത് പോലും ആൾക്കാര് ഇവിടെയൊക്കെ എത്തി പരിശീലനം നടത്തി അവരവരുടെ ചെറിയ തുക, അന്ന് 1000 രൂപ മുതൽ അങ്ങോട്ട് കിട്ടിയാൽ ഭാഗ്യം, 5000 ആയിരിക്കും മാക്സിമം കിട്ടുക. അപ്പൊ ആ സമയത്ത് അത്രയും പണം മതിയായിരുന്നു. ഇന്ന് നമ്മുടെ പണത്തിന് കുറച്ച് വില ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അത് ഇതാണ്. പക്ഷെ ഞാൻ ഇപ്പോ എന്താണ്, വളരെ വർഷങ്ങൾ ജീവിച്ച ഒരാളെന്നല്ല നമ്മൾ പക്ഷേ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരുന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്റ്റുഡന്റ് മെമ്പർഷിപ്പിൽ 14-ാം വയസ്സിൽ സ്റ്റുഡന്റ് മെമ്പർഷിപ്പിൽ എടുക്കുകയും 19-ാം വയസ്സിൽ തന്നെ അത് ലൈഫ് മെമ്പർഷിപ്പ് ആക്കി മാറ്റുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് 6-ാം ക്ലാസ് മുതൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ പുസ്തകം, ഓഡിയോ പുസ്തകങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുത്തുകയും മാങ്ങാട് സെന്ററിൽ നിന്ന് റെക്കോർഡ് ചെയ്യിപ്പിക്കുകയും അല്ലെ, ഇതിനടുത്തുള്ള സ്ഥാപനത്തിന്റെ സേവനം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രയോജനവും കൃത്യസമയത്ത് ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് എന്നെ പോലെയുള്ള ആൾക്കാർ നിങ്ങളെ ഇന്ന് അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വിളിച്ചു വരുത്താൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് നമ്മളിലെ ഹെലൻ കെല്ലറെ ഉണർത്തുവാനാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ ഹെലൻ കെല്ലറുടെ ജീവിതകഥ ഓർമ്മിച്ചതുകൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല. എല്ലാ വർഷവും ഹെലൻ കെല്ലറെ ഓർമ്മിക്കുക എന്നതല്ല, മറിച്ച് നമുക്ക് ഈ ലഭ്യമായ റിസോഴ്സിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നിങ്ങൾ കാര്യമായി ആലോചിക്കുക. നമ്മുടെ
സംഘടനയിൽ നിന്നും അകന്നു നിൽക്കുന്നവരെ നമുക്ക് സംഘടനയിലേക്ക് ചേക്കേറുവാൻ പ്രേരിപ്പിക്കുക. അവരുടെ പുത്തൻ ആശയങ്ങൾ നമ്മുടെ കൊണ്ടുവരിക. ഇപ്പൊ നമ്മുടെ സ്വകാര്യ സർവകലാശാലയൊക്കെ വരുമ്പോൾ എല്ലാ അധ്യാപകർക്കും ഇപ്പൊ പറയുന്ന ഒരു പരിപാടിയുണ്ട്, എക്സ്റ്റൻഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു. അപ്പോ ഈ മാത്രമല്ല സ്വകാര്യ സർവകലാശാലയിലൊക്കെ പല പ്രൊജക്ടുകളുണ്ട്. ഇപ്പൊ സ്കിൽ MSW ഒക്കെ കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് പല പ്രൊജക്ടുകളുണ്ട്. അപ്പൊ നമ്മുടെ ഈ സെന്ററുകളൊക്കെ അത്തരം സർവകലാശാലയുടെയോ അല്ലെങ്കിൽ അത്തരം സ്കിൽ ഡെവലപ്മെന്റ് പാസാപ്പിന്റെ ഒക്കെ ഒരു സെന്റർ ആയിട്ട് നമ്മുടെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ യൂണിറ്റിന്റെ സെന്ററിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കേണ്ടതാണ്. അങ്ങനെയുള്ള പലതരത്തിൽ ഇപ്പൊ നമുക്ക് ട്രെയിനിങ്ങിലൊക്കെ പുസ്തകങ്ങളൊക്കെ ഒരുപാട് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഡെറാഡൂണിന്റെ NIBH കാറ്റലോഗ് പരിശോധിക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് കാഴ്ചയില്ലായ്മയെ കുറിച്ചും ഭിന്നശേഷിയെ കുറിച്ചുമുള്ള ഒരുപാട് പുസ്തകങ്ങൾ ബ്രെയിൽ തന്നെ ലഭിക്കുന്നത്. ബ്രെയിൽ ഇല്ലെങ്കിലും നമുക്ക് എല്ലാ പുസ്തകങ്ങളും വായിക്കാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട്. അപ്പൊ പുതിയ കൂട്ടുകാർ അല്ലെ, വളരുന്ന ആൾക്കാർ, നിങ്ങളുടെ സമയം ഒട്ടും പാഴാക്കാതെ പ്രവൃത്തി ദിനങ്ങൾ നിങ്ങൾ സ്കൂളിലും കോളേജുകളിലും ഒക്കെ ആണെങ്കിൽ ശനിയാഴ്ചകളിൽ ഈ സെന്ററുകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ വെക്കേഷനുകൾ എല്ലാ അവധി ദിനങ്ങളെയും ഒരു ഇലത്താവളമാക്കിക്കൊണ്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരിക. അങ്ങനെ വരുത്താൻ പുതിയ ഭാരവാഹികൾ കഴിയണം. അതിനുവേണ്ടി എല്ലാ ഭാരവാഹികളും ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ആൾക്കാരുമായുള്ള ബന്ധം, ഇന്ന് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പഴയ കാലത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന കത്തുകളൊക്കെ നമ്മൾ വളരെ വളരെ കൗതുകത്തോടു കൂടി വായിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വാട്സാപ്പ് മെസ്സേജ്, ഞാനൊക്കെ വോയിസ് മെസ്സേജ് കേൾക്കാറേ ഇല്ല. അങ്ങനെയുള്ള ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. കാരണം അത്രയും ബാഹുല്യമാണ്. അപ്പൊ എങ്കിലും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് അറിയാറുണ്ട്. അപ്പോ അങ്ങനെ നമ്മളിലെ അഭിനവ ഹെലൻ കെല്ലർമാരെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം നമ്മൾ സ്വയം ഏറ്റെടുക്കുകയും അങ്ങനെ സ്വയം ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ചാലക ശക്തിയായി സംഘടനയെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്ന് മാത്രം ആഹ്വാനം